എല്ലാവർക്കും സ്റ്റിച്ച് വൈബിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഓവർലാപ്ഡ് ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ജെറി ത്രെഡും അതേപോലെ സിൽക്ക് ത്രെഡും ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സ്റ്റിച്ച് തയ്ച്ച് കാണിക്കുന്നത്. ആദ്യം നമുക്ക് ജെറി ത്രെഡും അതേപോലെ സിൽക്ക് ത്രെഡും ഉപയോഗിച്ചിട്ട് തയ്ക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ബേസ് ആയിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ നോർമലി ചെയിൻ സ്റ്റിച്ച് തയ്ക്കില്ലേ ആരി ഉപയോഗിച്ചിട്ട്, അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആദ്യം ഒരു ലൈന്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു മീഡിയം സൈസിനെക്കാട്ടിലും, അതായത് ഇച്ചിരൂടെ ഒന്ന് വലുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരുപാട് വലുപ്പം വേണ്ട, കുറച്ച്. കാരണം ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ സിൽക്ക് ത്രെഡ് ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. കാരണം നമ്മൾ ഓവർലാപ്പ് ചെയ്യുകയാണ്. ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ നമ്മൾ വേറൊരു സ്റ്റിച്ചും കൂടെ സ്റ്റിച്ച് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അത് വേറൊരു ത്രെഡ് ഉപയോഗിച്ചിട്ടാണെന്ന് മാത്രം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ജെറി ത്രെഡും സിൽക്ക് ത്രെഡും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതേപോലെ ഒരു ചെയിൻ സ്റ്റിച്ച് ബേസായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നോട്ട് ഇട്ടിട്ടല്ല കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. നോർമലി നമ്മൾ എങ്ങനെയാണോ ഡയറക്റ്റായിട്ട് ഞാൻ എടുക്കുകയായിരുന്നു. നമുക്ക് നോട്ട് ഇട്ട് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് എൻഡ് നോട്ട് ഇട്ട് കൊടുത്തിട്ട് ആദ്യത്തെ ഈ ഒരു ചെയിൻ സ്റ്റിച്ചിൻ്റെ ലൈന് നമുക്ക് എൻഡ് ചെയ്യാം. ഇനി നമുക്ക് സിൽക്ക് ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ 2 സ്ട്രാൻഡ്സിലാണ് സിൽക്ക് ത്രെഡ് എടുത്തിട്ടുള്ളത്. താഴെ ഒരു കെട്ടിട്ടിട്ടാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പം ഈ ഫസ്റ്റ് ചെയിനിൻ്റെ നടുക്കൂട് വേണം നമുക്ക് സിൽക്ക് ത്രെഡ് എടുക്കാൻ. അപ്പോൾ ഈ ഓരോ ചെയിനിൻ്റെയും നടുക്കായിരിക്കണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. അപ്പോൾ നമുക്ക് സിൽക്ക് ത്രെഡ് ആദ്യത്തെ ചെയിൻ സ്റ്റിച്ചിൻ്റെ നടുക്ക് നിന്ന് വേണം എടുക്കാൻ. എന്നിട്ട് അടുത്ത ചെയിൻ സ്റ്റിച്ചിൻ്റെ നടുക്ക് വേണം നമുക്ക് ഇതുപോലെ ഇറക്കി കൊടുക്കാൻ നീഡിൽ. എന്നിട്ട് അവിടുന്ന് വേണം നമുക്ക് അടുത്ത ചെയിൻ സ്റ്റിച്ച് തയ്ക്കാൻ ത്രെഡ് ഇതുപോലെ എടുക്കേണ്ടത്. ഇങ്ങനെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഓവർലാപ്പ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഇപ്പോൾ ജെറി ത്രെഡൊക്കെ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ഭംഗിയായിരിക്കും കാണാൻ, നമ്മൾ ഡിസൈൻസിലൊക്കെ ഉപയോഗിക്കുമ്പം. പിന്നെ നമുക്ക് 2 കളറിലെ സിൽക്ക് ത്രെഡ് ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഈ ഒരു ലൈൻ നമ്മൾ കംപ്ലീറ്റ് ആയി കഴിയുമ്പം അതും ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ, എങ്ങനെയാണ് 2 സിൽക്ക് ത്രെഡ് ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ തന്നെയുള്ളൂ, വ്യത്യാസമൊന്നുമില്ല. നമ്മൾ പക്ഷേ 2 സ്ട്രാൻഡ്സിലാണ് സിൽക്ക് ത്രെഡ് എടുക്കുന്നത്, അത്രയേ ഉള്ളൂ. ഇതിപ്പം ഞാൻ ജെറി ത്രെഡ് ഒരു സ്ട്രാൻഡ്സിലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഇത് എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ലാസ്റ്റ് ചെയിൻ സ്റ്റിച്ച് ഇല്ല, അതിൻ്റെ നടുക്കാണ് നമ്മൾ എൻഡ് ചെയ്യുന്നത് കേട്ടോ. പുറത്തേക്ക് നമ്മൾ ത്രെഡ് കൊണ്ടുപോകുന്നില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ എൻഡ് ചെയ്യുന്നത് ഇതുപോലെ. അപ്പോൾ നമുക്ക് ചെയിൻ സ്റ്റിച്ച് അറിയാമെങ്കിൽ വളരെ സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണിത്. അപ്പോൾ ഇനി നമുക്ക് സിൽക്ക് ത്രെഡ് ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ 2 കളറിലെ സിൽക്ക് ത്രെഡാണ് നമുക്ക് വേണ്ടത്. കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് ആണെങ്കിൽ വളരെ നന്നായിരിക്കും, എടുത്ത് കാണിക്കും. അപ്പം ഇത് മുമ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ആദ്യം ഒരു ലെയർ ചെയിൻ സ്റ്റിച്ച് നമ്മൾ തയ്ച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് വേറൊരു കളറിലെ സിൽക്ക് ത്രെഡ് ഉപയോഗിച്ചിട്ട് ഓവർലാപ്പായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു സ്റ്റിച്ച്. വളരെ സിമ്പിളാണിത്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് നമുക്ക് സാരിയുടെ ബോർഡറിലും അതേപോലെ ദുപ്പട്ടയുടെ ബോർഡറിലും ഒക്കെ യൂസ് ചെയ്യാം. ചെറിയ ചെറിയ ഡിസൈൻസൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഡെക്കറേറ്റീവ് അല്ലെങ്കിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഈ ഒരു സ്റ്റിച്ച്. അപ്പോൾ വളരെ സിമ്പിളാണിത് കേട്ടോ. അപ്പോൾ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിവിടെ ഡിസൈൻസിലൊന്നും സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് നിങ്ങൾ ഡിസൈനിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പം ഈ ഒരു ലൈൻ സ്റ്റിച്ച് ചെയ്തപ്പോൾ ലാസ്റ്റ് ചെയിൻ സ്റ്റിച്ചിലല്ലേ എൻഡ് ചെയ്തത് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നിങ്ങൾ ഡിസൈനിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ്, അതായത് എവിടെ നിന്നാണോ ത്രെഡ് എടുത്തത് അവിടെ തന്നെ വേണം നിങ്ങൾ നോട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ. കാരണം അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു കണ്ടിന്യൂഷൻ വരത്തില്ല, ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യും. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു കേട്ടോ. ഇപ്പോൾ ലൈൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ മതി. ഡിസൈൻസ് ആകുമ്പം എവിടെ നിന്നാണോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ കൊണ്ടുവന്ന് എൻഡ് ചെയ്യാൻ നോക്കണം കേട്ടോ. നിങ്ങൾക്ക് പറ്റുന്ന ഒരു ചെറിയ ഡിസൈൻ എടുത്തിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ബോർഡറൊക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.